السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 174. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹംദ് പറയൽ സുന്നത്താണ്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ആ ഹംദ് പക്ഷേ പരിപൂർണമായ രീതിയിൽ പറയുമ്പോൾ അതിന് ഏറെ പുണ്യമുണ്ട്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ അദ്കാറിലും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും ഹംദിൻ്റെ പരിപൂർണമായ രൂപം രേഖപ്പെടുത്തുന്നത് കാണും. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇങ്ങനെ പറയൽ സുന്നത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച വ്യക്തി ഇപ്രകാരം പരിപൂർണ ഹംദ് പറയുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും ഈ പരിപൂർണമായ ഹംദ് കാരണമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമുദിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഹംദ് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന മിനിമം ഹംദിൽ ചുരുക്കാതെ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എനിക്ക് ഭക്ഷണം നൽകുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ ശക്തിയോ കഴിവോ തൻ്റെ ഇടമോ ഇല്ലാതെയാണല്ലോ എനിക്കവൻ എല്ലാം നൽകിയത്. അവനത്രേ സർവസ്തുതിയും എന്നർത്ഥം വരുന്ന ഈ പരിപൂർണ ഹംദ് വേണം ചൊല്ലാൻ. അത് ആവണം നമ്മൾ ശീലിക്കുന്നത്. അതിനുശേഷം സൂറത്തു ഖുറൈശും സൂറത്തുൽ ഇഖ്ലാസും കൂടെ ഓതൽ സുന്നത്തുണ്ട് എന്നും ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ കാണാൻ സാധിക്കും. വയഖറഉ സൂറത്തൈൽ ഇഖ്ലാസി വ ഖുറൈശിൻ ബഅദഹു, ഭക്ഷണം കഴിച്ച ശേഷം ഖുറൈശ് സൂറത്തും ലിഇലാഫി ഖുറൈശ് എന്ന് തുടങ്ങുന്ന, അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഇഖ്ലാസ് സൂറത്തും ഓതൽ കൂടി സുന്നത്തുണ്ട്. ഈ സുന്നത്തും നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.